ലെബനനിൽ നിന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധത്തിന്റെ പ്രധാന ഒരു ഭാഗമായിരുന്നു ലെബനൻ അഥവാ ഹിസ്ബുള്ള. ഹിസ്ബുള്ള അംഗങ്ങൾ ഉപയോഗിക്കുന്ന പേജറുകൾ ആശയവിനിമയത്തിന് വേണ്ടി പരസ്പരം ഉപയോഗിക്കുന്ന പേജറുകളിൽ പൊട്ടിത്തെറിച്ചാണ് ഏകദേശം 11 ആളുകൾ ഇതുവരെ മരണപ്പെട്ടതായും 500ഓളം ആളുകൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടതായും 500ഓളം ഹിസ്ബുള്ള അംഗങ്ങൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടതായും 4000ഓളം ആളുകളെ ഹോസ്പിറ്റലിൽ പരിക്കുപറ്റി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചതുമായാണ് വാർത്തകളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് പിന്നിൽ ഇസ്രായേലി ആണെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അവർ ഔദ്യോഗികമായിട്ട് ഇത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പോലും ഹിസ്ബുള്ള ആരോപിക്കുന്നുള്ളത് ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ ഹിസ്ബുള്ള ആരോപിക്കുന്നുള്ളത് ഇസ്രായേൽ ആണെന്നാണ് പറഞ്ഞു വരുന്നത്. ഈ പേജറുകളുടെ ഒരു ചരിത്രം എന്നാണ്. 1960കളിൽ ആശയവിനിമയത്തിന് വേണ്ടി വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു ഉപകരണമാണ്, പരസ്പരം ആശയവിനിമയത്തിന് വേണ്ടി വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഉപകരണമാണ് ഈ പേജറുകൾ. അതുകൊണ്ട് തന്നെ ഇതിൽ എങ്ങനെയാണ് ഇത്തരം ഒരു സംഗതി വന്നിട്ടുള്ളത് എന്നതിനെപ്പറ്റി വിപുലമായ അന്വേഷണങ്ങൾ ഹിസ്ബുള്ള നടത്തുന്നതായിട്ടാണ് ഏറ്റവും പുതിയ വാർത്തകളായിട്ട് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രത്യേക യുദ്ധത്തിന്റെ പല രീതിയിലുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളുടെയും ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരം ഒരു സംഗതി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും പല രീതിയിലും പല സമയത്തും അവര് ചെയ്യുന്നുള്ള ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ളതാണ്. ആശയവിനിമയങ്ങളിലൂടെ അല്ലെങ്കിൽ ചാരന്മാരുടെ പ്രവർത്തനങ്ങളിലൂടെ ഇത്തരം ചില ആക്രമണങ്ങൾ നടത്തുന്ന രീതി ഇസ്രായേൽ പൊതുവെ സ്വീകരിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മൊസാദാണ് ഇതിന്റെ പിന്നിൽ എന്നാണ് ഹിസ്ബുള്ള ആരോപിക്കുന്നുള്ളത്. അതോടൊപ്പം തന്നെ ഫലസ്തീനിലെ ഹമാസ്, അതോടൊപ്പം തന്നെ മറ്റു യമനിലെ ഹൂത്തി വിമതർ, ഹൂത്തികൾ, അൻസാറുള്ള അങ്ങനെ തുടങ്ങിയ ഈ ഇറാഖിലെ റവല്യൂഷണറി അതുപോലെ തന്നെ റെസിസ്റ്റന്റ് ഗ്രൂപ്പുകളൊക്കെ ഈ വിഷയത്തിൽ കൃത്യമായിട്ട് ഇതിന് പിന്നിൽ ഇസ്രായേലാണെന്നും അതിനെ അവർ വില നൽകേണ്ടി വരും എന്നുള്ള രീതിയിലുള്ള കമന്റുകൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പാണ് ഇസ്രായേലിന് നേരെ വലിയൊരു ആക്രമണം ഹൂത്തികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. 2400 കിലോമീറ്ററുകൾ താണ്ടി ഏകദേശം 26 ലക്ഷത്തോളം ഇസ്രായേലികളെ അഭയാർത്ഥി കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്ന സാഹചര്യത്തിലേക്ക് ഇസ്രായേൽ എത്തിയത് അവരുടെ ഹൂത്തികളുടെ വലിയൊരു ആക്രമണം കൊണ്ടാണ്. ഈ യുദ്ധ രംഗം തുടങ്ങിയതിനു ശേഷം ഇസ്രായേലിന് നേട്ട വലിയൊരു തിരിച്ചടിയായിരുന്നു ഹൂത്തികളുടെ ആക്രമണം എന്നുള്ളത്. കാരണം ജോർദാനും സൗദിയും രണ്ട് രാജ്യങ്ങളുടെ വ്യോമപാത, അത്തരം രാജ്യങ്ങളൊക്കെ തങ്ങളുടെ വ്യോമപാത ഒരിക്കലും ഇസ്രായേലിനെതിരായ ആക്രമണങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ വിട്ടിരുന്നില്ല. പക്ഷെ ഈ രണ്ട് രാജ്യങ്ങളുടെയും വ്യോമപാത മറികടന്നുകൊണ്ട് ഇസ്രായേലിൽ അത് നാശനഷ്ടം വിതക്കുന്ന അവസ്ഥയിലേക്ക് മാറി. മണിക്കൂറിൽ എത്രയോ കിലോമീറ്റർ വേഗതയിൽ ഇത്തരം ഒരു ഉപകരണം, ഇത്തരം ഒരു മിസൈൽ വികസിപ്പിച്ചെടുത്ത്, ഹൈപ്പർസോണിക് മിസൈൽ വികസിപ്പിച്ചെടുത്ത് അത് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തി അത് അവിടെ ലക്ഷ്യം നേടിയിരുന്ന സാഹചര്യത്തിലേക്ക് മാറി. അതിനുശേഷമാണ് ഹിസ്ബുള്ളയ്ക്ക് ഇത്തരം ഒരു ആക്രമണം ഉണ്ടായത്. അതോടൊപ്പം തന്നെ ലെബനനിലെ ഇറാൻ നയതന്ത്ര പ്രതിനിധി, ഇറാൻ അംബാസഡർക്കും ഇതിൽ ചെറിയ രീതിയിലുള്ള പരിക്ക് പറ്റിയതായിട്ട് വിവരമുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാൻ ഇതിൽ എന്ത് നിലപാടെടുക്കുന്നു എന്ന് ലോകം ഉറ്റുനോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹിസ്ബുള്ളക്കെതിരെയുള്ള വലിയൊരു ഇസ്രായേലിന്റെ നീക്കമായിട്ടാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തുന്നതിലൂടെ ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം അവര് യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇസ്രായേലിനെ കടുത്ത തിരിച്ചടി കടുത്ത ആക്രമണങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ്. അവർക്ക് ഇത്തരത്തിലുള്ള ഒരു തിരിച്ചടി എന്ന് പറയുന്നത് ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം അവരുടെ യുദ്ധതന്ത്രത്തിൽ വന്നിട്ടുള്ള വീഴ്ചകളെ പറ്റിയിട്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു അവിടെ ലെബനനിലെ ഹോസ്പിറ്റലുകൾ, അതുപോലെ തന്നെ ബാക്കിയുള്ള ഈ ഇത്തരം ആശുപത്രി സംവിധാനങ്ങളൊക്കെ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. ആളുകളെയൊക്കെ വാഹനങ്ങളിലും അതുപോലെ തന്നെ ബൈക്കുകളിലും ആംബുലൻസുകളുമായിട്ടാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുള്ളത്. മൊബൈലുകൾ പൊട്ടിത്തെറിക്കുക അല്ലെങ്കിൽ ഈ പേജറുകൾക്ക് നേരെയുള്ള ഇത്തരം ഒരു ആക്രമണം എന്നുള്ളത് അപ്രതീക്ഷിതമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് കടുത്ത രീതിയിലുള്ള പ്രതികരണം ഉണ്ടാകുമെന്ന്
ഹസൻ നസ്രുള്ള ഈ ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ള പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹസൻ നസ്രുള്ള ഇസ്രായേൽ പലപ്പോഴും ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ ഹിസ്ബുള്ളയുടെ തലവൻ. അദ്ദേഹത്തെ വധിക്കുമെന്ന് ഇസ്രായേൽ പലതവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും അദ്ദേഹത്തെ വധിക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. ഈ ആക്രമണങ്ങൾ ഉണ്ടായപ്പോൾ പോലും ഹസൻ നസ്രുള്ളക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞു വരുന്നത്, ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഹിസ്ബുള്ളക്കേറ്റ ഈ ഒരു അവരുടെ പിശക് മൂലം സംഭവിച്ച കാര്യത്തിൽ ഹിസ്ബുള്ള എങ്ങനെ ഇതിനെ അതിജീവിക്കും, ഈ ഒരു പ്രശ്നത്തെ എങ്ങനെ മറികടക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നുള്ളത്.